നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SBIയിൽ 600 ഒഴിവുകൾ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വാർത്തകൾ ഏറ്റവും ആദ്യം നിങ്ങളിലെത്താൻ അത് സഹായകരമാകും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 600 പ്രൊഫഷണറി ഓഫീസർ ഒഴിവ്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം. യോഗ്യത 2025 ഏപ്രിൽ 30 ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ചാർട്ടേഡ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. പ്രായം 1/4/2024, 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ. പട്ടിക വിഭാഗത്തിനും വിമുക്ത ഭടന്മാർക്കും 5 വർഷ ഇളവ്. മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും 3 അംഗപരിമിതർക്ക് 10 വർഷവും ഇളവ്. ശമ്പളം 48,450 രൂപ മുതൽ 85,920 രൂപ വരെ. തെരഞ്ഞെടുപ്പ് 1 മണിക്കൂർ ഓൺലൈൻ പ്രിലിമിനറി പരീക്ഷയിൽ ഇംഗ്ലീഷ്, റീസണിംഗ് എബിലിറ്റി വിഭാഗങ്ങളിൽ നിന്നുള്ള 100 ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ, മെയിൻ പരീക്ഷയിൽ 200 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും 3 മണിക്കൂർ, 50 മാർക്കിൻ്റെ അരമണിക്കൂർ ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളുമുണ്ട്. തുടർന്ന് സൈക്കോമെട്രിക് ടെസ്റ്റും ഗ്രൂപ്പ് എക്സർസൈസും 20 മാർക്ക്, അഭിമുഖവും 30 മാർക്ക് നടത്തും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 2 വർഷം പ്രൊഫഷൻ ഈ തസ്തികയിലേക്ക് മുൻപ് 4 തവണ പരീക്ഷ എഴുതിയ ജനറൽ വിഭാഗം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടതില്ല. OBC ഭിന്നശേഷിക്കാർക്ക് 7 തവണയാണ് പരിധി. പട്ടികവിഭാഗത്തിന് ഈ വ്യവസ്ഥ ബാധകമല്ല. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ: പ്രിലിമിനറിക്ക് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, കൊച്ചി, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. മെയിൻ പരീക്ഷയ്ക്ക് കൊച്ചി, തിരുവനന്തപുരം സെൻ്ററുണ്ട്. ഫീസ് 750 രൂപ. പട്ടിക വിഭാഗം, ഭിന്നശേഷി അപേക്ഷകർക്ക് ഫീസില്ല. രജിസ്ട്രേഷനും വിജ്ഞാപനത്തിനും ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്ലൈ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. ഈ ചാനലിൽ പറയുന്ന ഏതെങ്കിലും പോസ്റ്റിൻ്റെ അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക. വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റ്. 58,000 രൂപ ശമ്പളത്തിൽ കേരളത്തിൽ ജോലി നേടാം. കേരള PSCക്ക് കീഴിൽ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ്. ജലഗതാഗത വകുപ്പിലേക്ക് വെൽഡർ തസ്തികയിലാണ് നിയമനം നടക്കുന്നത്. കാറ്റഗറി നമ്പർ 735/2024. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 25,100 രൂപ മുതൽ 58,000 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. ഉദ്യോഗാർത്ഥികൾ 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. യോഗ്യത വെൽഡിംഗ് ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷ യോഗ്യരായവർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ വഴി അപേക്ഷ നൽകുക. അപേക്ഷിക്കുന്നതിന് മുമ്പായി വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ ട്രെയിനി. 167 ഒഴിവുകൾ. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങാം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ LLC ഇന്ത്യ ലിമിറ്റഡിൽ ജോലി അവസരം. ഗ്രാജുവേറ്റ് എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിലേക്കാണ് നിയമനം. വിവിധ
വിഷയങ്ങളിലായി 167 ഒഴിവുകളാണുള്ളത്. 2024 ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയാണ് നിയമനം. തസ്തിക NLC ഇന്ത്യ ലിമിറ്റഡിൽ ഗ്രാജുവേറ്റ് എക്സിക്യൂട്ടീവ് ട്രെയിനി റിക്രൂട്ട്മെൻറ്റ്. രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള പവർ സ്റ്റേഷനുകളിലും യൂണിറ്റുകളിലും പ്രോജക്റ്റുകളിലും സബ്സിഡറികളിലും സ്ഥാപനങ്ങളിലുമായിരിക്കും നിയമനം. മെക്കാനിക്കൽ 84, ഇലക്ട്രിക്കൽ 48, സിവിൽ 25, കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ 10. പ്രായപരിധി 30 വയസ്സ് കവിയരുത്. SC ST OBCക്കാർക്ക് നിയമാനുസൃത വയസ്സിളവുണ്ട്. യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പവർ എഞ്ചിനീയറിംഗിൽ ബിരുദം. സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം. ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കി ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയ ശേഷം അഭിമുഖം നടത്തിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 വർഷത്തെ പരിശീലന കാലയളവിൽ പ്രതിമാസം 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 60,000 രൂപ മുതൽ 1,80,000 രൂപ വരെ ശമ്പളത്തിൽ സ്ഥിരപ്പെടുത്തും. അപേക്ഷ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡിസംബർ 16 മുതൽ ഓൺലൈൻ വഴി അപേക്ഷ നൽകാം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജനുവരി 15. അപേക്ഷാ ലിങ്ക്, വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. സർക്കാർ വകുപ്പുകളിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ. കേരള PSCക്ക് കീഴിൽ ഡ്രൈവർ റിക്രൂട്ട്മെൻറ്റ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ തസ്തികയിൽ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ചു. 14 ജില്ലകളിലും പ്രതിഷ്ഠിത ഒഴിവുകളാണുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ വഴി അപേക്ഷ നൽകാം. കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ റിക്രൂട്ട്മെൻറ്റ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലായി ഒഴിവുകളുണ്ട്. കാറ്റഗറി നമ്പർ 621/2024. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 25,100 രൂപ മുതൽ 58,000 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പ്രായപരിധി 18 വയസ്സിനും 39 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1985 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. യോഗ്യത 1. എ പാസ് ഇൻ സ്റ്റാൻഡേർഡ് 8 മസ്റ്റ് പോസസ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്. അപേക്ഷ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ വഴി അപേക്ഷ നൽകുക. അപേക്ഷിക്കുന്നതിന് മുമ്പായി വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക. അവസാന തീയതി ജനുവരി 29. എയർപോർട്ടുകളിൽ നിരവധി ഒഴിവുകൾ. പരീക്ഷയില്ല, ഇൻ്റർവ്യൂ മാത്രം. എയർപോർട്ടുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും അവസരം. എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിന് കീഴിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്. ആകെ 172 ഒഴിവുകളാണുള്ളത്. മുംബൈ എയർപോർട്ടിൽ 145 ഒഴിവും ഡൽഹിയിൽ 27 ഒഴിവുകളുമാണുള്ളത്. പ്രായപരിധി ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി ഓഫീസർ തസ്തികകളിൽ 45 വയസ്സ് കവിയരുത്. യോഗ്യത ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി. 87 ഒഴിവുകളാണ് ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി വിഭാഗത്തിലുള്ളത്. 10+2 സ്ട്രീമിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഏവിയേഷൻ സെക്യൂരിറ്റിയിലുള്ള കുറഞ്ഞത് 13 ദിവസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റും കൂടാതെ മികച്ച ആശയവിനിമയശേഷിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവരായിരിക്കണം. ഓഫീസർ സെക്യൂരിറ്റി വിഭാഗത്തിൽ 85 ഒഴിവാണ് ഉള്ളത്. 10+2 സ്ട്രീമിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. അപേക്ഷ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക്
www.aias.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അഭിമുഖത്തിനെത്തണം. ജനുവരി 6, 7, 8 തീയതികളാണ് ഇൻ്റർവ്യൂ. വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 2 കോടി രൂപയുടെ അവാർഡിന് അപേക്ഷിക്കാം. കൊച്ചി ആസ്റ്റർ DM ഹെൽത്ത് കെയർ ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നേഴ്സിംഗ് അവാർഡ് 2025 എഡിഷനിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ലോകമെമ്പാടുമുള്ള രജിസ്റ്റേർഡ് നേഴ്സുമാർക്ക് ഏകദേശം 2 കോടി രൂപ സമ്മാനത്തുകയുള്ള അവാർഡിന് അപേക്ഷിക്കാം. വൈവിധ്യമാർന്ന മെഡിക്കൽ മേഖലകളിലെ നേഴ്സുമാരുടെ അർപ്പണാബോധവും സ്വാധീനവും അംഗീകരിക്കുന്നതിനായിട്ടാണ് പുരസ്കാരം. രജിസ്റ്റർ ചെയ്ത നേഴ്സുമാർക്ക് അപേക്ഷകൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം. രോഗി പരിചരണം, നേഴ്സിംഗ് നേതൃത്വ പാഠവം, നേഴ്സിംഗ് വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം, കമ്മ്യൂണിറ്റി സർവീസ്, നൂതനമായ ആശയങ്ങളിലെ ഗവേഷണം എന്നിവയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ നേഴ്സുമാർക്ക് അപേക്ഷയിൽ വിശദീകരിക്കാം. ഒരു പ്രൈമറി മേഖലയിലും 2 സെക്കൻഡറി മേഖലകളിലും നടത്തിയ പ്രയത്നങ്ങൾ പ്രതിപാദിക്കാം. ലഭിച്ച എല്ലാ അപേക്ഷകളും ഒരു സ്വതന്ത്ര ജൂറിയുടെയും ഒരു ബാഹ്യ ഉപദേശക സ്ഥാപനമായ ഏണസ്റ്റ് ആൻഡ് യങ് LLP ഇവയും നേതൃത്വം നൽകുന്ന കർശനമായ അവലോകന പ്രക്രിയയ്ക്ക് വിധേയമാക്കും. ഒരു സ്വതന്ത്ര പാനൽ അടങ്ങുന്ന ഗ്രാൻഡ് ജൂറി അതിൽ നിന്നും മികച്ച 10 പേരെ തിരഞ്ഞെടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും അന്താരാഷ്ട്ര നേഴ്സ് ദിനത്തോടനുബന്ധിച്ച് 2025 മെയ് മാസം അന്തിമ വിജയിയെ പ്രഖ്യാപിക്കുകയും ചെയ്യും. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.